അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, സീറത്തുൻ നബവിയ്യ, ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം 77-ാമത്തെ ഒരു ഭാഗത്ത്. അപ്പോൾ നമ്മൾ ഉഹുദായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ കഴിഞ്ഞ ഭാഗത്ത് ഉഹുദ് യുദ്ധാനന്തരം രക്തസാക്ഷികളെ ഖബറടക്കിയതും അവർക്ക് വേണ്ടി റസൂലുള്ളാഹി പ്രാർത്ഥിച്ചതെല്ലാം നമ്മൾ വിശദീകരിച്ചു. അതിനുശേഷം യുദ്ധം അവസാനിപ്പിച്ച് അവർ മദീനയിലേക്ക് മടങ്ങാണ്. അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ശനിയാഴ്ച ദിവസം വൈകിട്ടാണ് റസൂലുള്ളാഹി സംഘവും മദീനയിലേക്ക് തിരിക്കുന്നത്. അപ്പോൾ മദീനയിൽ എത്താനായ സമയത്ത് മദീന നിവാസികൾ, പ്രത്യേകിച്ച് അവിടെയുള്ള സ്ത്രീകളെല്ലാം അങ്ങേയറ്റം ആകാംക്ഷയിലാണ്. അവർ ആരൊക്കെയാണ് മടങ്ങി വരുന്നത്, എന്താണ് സംഭവിച്ചതെന്ന് പലർക്കും അതിനെ സംബന്ധിച്ച് ധാരണയില്ല. അപ്പോൾ വിവരം അന്വേഷിക്കാൻ വേണ്ടി പല ആളുകളും ആ വഴിയിൽ തന്നെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. സീറത്ത് ഇബ്നു ഹിശാമിലും അതേപോലെ തന്നെ ഇമാം ബൈഹഖി അദ്ദേഹത്തിൻ്റെ ദലായിലെല്ലാം ഉദ്ധരിക്കുന്നൊരു സംഭവം സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. അവർ ആ മദീനയിലേക്ക് പോകുന്ന ആ വഴിയിൽ ബനു ദീനാർ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ പേര് അൺനോണാണ്, അത് പേര് ഹദീസുകളിലൊന്നും കാണുന്നില്ല, അൻസാറുകളിൽപ്പെട്ട ഒരു സ്ത്രീയാണ്. അപ്പോൾ ആ സ്ത്രീയുടെ അരികിലൂടെ ഈ ഒരു സംഘം കടന്നുപോയ സമയത്ത് അവർ വിവരം തിരക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു വിഭാഗം ആളുകൾ അവരോട് പറഞ്ഞു, നിങ്ങളുടെ പിതാവ് യുദ്ധത്തിൽ വധിക്കപ്പെട്ടിട്ടുണ്ട്, ഷഹീദായിട്ടുണ്ട്. ആ സ്ത്രീ ക്ഷമിക്കുകയാണ്. അതിനുശേഷം അടുത്തൊരു വിഭാഗം ആളുകൾ വന്ന് പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവും സഹോദരനും രണ്ടാളും ഉഹുദിൽ വധിക്കപ്പെട്ടിട്ടുണ്ട്. ആ സന്ദർഭത്തിലും അവരതിൽ ക്ഷമിച്ച് ഉടനീളം അവർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നൊരു ചോദ്യം, ഫമാ ഫഅല റസൂലുള്ളാഹ്, റസൂലുള്ളാഹിക്ക് എന്താണ് സംഭവിച്ചത്? അതാണ് അവർക്ക് അറിയേണ്ടത്. ആ മദീനയിൽ ഉഹുദായിട്ട് ബന്ധപ്പെട്ട് റസൂലുള്ളാഹി വധിക്കപ്പെട്ടു എന്നുള്ള ആ ഒരു കിംവദന്തിയെല്ലാം മദീനയിൽ മുനാഫിക്കുകൾ വഴിയെല്ലാം പല രൂപത്തിൽ പരന്നിരുന്നു. ഈ സ്ത്രീ അവരോട് അടുത്ത ഭർത്താവും പിതാവും ആ ഒരു മരണവാർത്ത എല്ലാം കേട്ട സമയത്തും ആ സ്ത്രീ അന്വേഷിക്കുന്നത് റസൂലുള്ളാഹിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ സംഘത്തിൽപ്പെട്ട ആളുകൾ പറഞ്ഞു, ഖൈറൻ യാ ഉമ്മ ഫുലാൻ, നല്ലതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിൻ്റെ അനുഗ്രഹത്താൽ അവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. ആ മറുപടിയിലും അവർ തൃപ്തിയായിരുന്നില്ല. അവർ പറഞ്ഞു, അറൂനി ഹത്ത അൻദുറ ഇലൈഹി, എനിക്ക് ആ റസൂലുള്ളാഹിനെ എനിക്ക് നേരിട്ട് നേർക്ക് നേരെ കണ്ണുകൊണ്ട് കണ്ടാലേ എനിക്ക് തൃപ്തിയാകുകയുള്ളൂ. ഉഷീറ ലഹ ഇലൈഹി, ആ സമയത്ത് ഒരാൾ റസൂലുള്ളാഹിനെ, ആ സംഘത്തിൽ ഒരുപക്ഷെ റസൂലുള്ളാഹി പിറകു ഭാഗത്തായിരിക്കണം, റസൂലുള്ളാഹിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ആ സമയത്ത് ആ സ്ത്രീ പറഞ്ഞ പ്രസിദ്ധമായിട്ടുള്ള വാക്കുകൾ, പ്രസിദ്ധമായിട്ടുള്ള ഒരു ഫ്രേസ്, അവർ പറഞ്ഞു, കുല്ലു മുസീബത്തിൻ ബഅദക ജലൽ, ഓ പ്രവാചകരെ, നിങ്ങൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളതെല്ലാം നിസ്സാരാണ്. നിങ്ങൾ ജീവനോടെ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ ബാധിക്കുന്ന മുസീബത്തുകളെല്ലാം അത് നിസ്സാരാണ്. അതാണ് ആ സ്ത്രീ പറഞ്ഞത്. ആ സ്ത്രീയുടെ ഒരു ഈമാൻ നോക്കുക, അതെത്ര അത്ഭുതം എന്താണെന്ന് വെച്ചാൽ അവരേറ്റവും പ്രസിദ്ധരായിട്ടുള്ള സ്വഹാബി വനിതകളുടെ കൂട്ടത്തിൽ വരുന്നല്ല, പേര് പോലും ഹദീസിൽ കാണാൻ സാധ്യമല്ല. അപ്പോൾ അവിടെയുള്ളൊരു സാധാരണക്കാരിയുടെ ഈമാനാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവം വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ ചേർത്ത് വായിക്കേണ്ട ഒരായത്ത് പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൗബയിലെ 24-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഖുൽ ഇൻകാന ആബാഉക്കും വ അബ്നാഉക്കും വ ഇഖ്വാനുക്കും വ അസ്വാജുക്കും വ അശീറത്തുക്കും, നിങ്ങൾ, ഓ സത്യവിശ്വാസികളെ, നിങ്ങളുടെ പിതാവും അതേപോലെ തന്നെ നിങ്ങളുടെ പുത്രന്മാരും സഹോദരങ്ങളും നിങ്ങളുടെ ഇണകളും, അതേപോലെ തന്നെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ വീടുകളും, അതെല്ലാം അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വ റസൂലിഹി, അള്ളാഹുവിനേക്കാളും അല്ലെങ്കിൽ റസൂലിനേക്കാളും നിങ്ങൾക്കൊരിക്കലും പ്രിയപ്പെട്ടതാകാൻ പാടില്ല എന്നുള്ള, അതാണ് ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്. ഞാൻ ആയത്ത് പറയാനുള്ള കാരണം, ആ ആയത്തെല്ലാം നെഞ്ചിലേറ്റത് എങ്ങനെ പ്രാവർത്തികമാക്കുമെന്നുള്ളത് ആ ഒരു ഉമ്മത്ത്, റസൂലുള്ളാഹിൻ്റെ ആ ഒരു ഉമ്മത്ത് കാണിച്ചു തരാണ്. അതിനുള്ള ചില ഉദാഹരണങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ ആ സംഭവത്തിലേക്ക് വരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മദീനയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹിൻ്റെ ആ കുതിരയുടെ ആ കടിഞ്ഞാണും പിടിച്ച് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ആ സംഘത്തിൽ റസൂലുള്ളാഹിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. അങ്ങനെ ആ വഴിയിലുടനീളം, ആ വഴിയിൽ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവും ആ വഴിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. മാതാവ് അല്ലെങ്കിൽ അവരിലേക്ക് നടന്നു വരികയാണ്. ആ മാതാവിനെ കണ്ട സമയത്ത് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് പറഞ്ഞു, യാ റസൂലുള്ളാഹി ഉമ്മി, ഓ പ്രവാചകൻ, എൻ്റെ ഉമ്മ വരുന്നുണ്ട്. റസൂലുള്ളാഹി അവിടെ നിന്നു. അതിനുശേഷം ആ മാതാവിനെ സ്വാഗതം ചെയ്തു, മർഹബൻ,
ശേഷം റസൂലുള്ള അവരുടെ പുത്രൻ, അതായത് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സഹോദരൻ അംർ ബിൻ മുആദ് റളിയല്ലാഹു അൻഹു, അവർ യുദ്ധത്തിൽ ഷഹീദായിട്ടുണ്ട്. ആ മരണവാർത്ത മാതാവിനെ അറിയിക്കുകയാണ്. ആ മകൻ്റെ മരണവാർത്ത കേട്ട സമയത്തും ആ മാതാവിൻ്റെ പ്രതികരണം, അവർ പറഞ്ഞു, "ഓ പ്രവാചകരെ, നിങ്ങളെ ജീവനോടെ സുരക്ഷിതനായിട്ട് കാണാൻ സാധിച്ചില്ല, അതോടെ തന്നെ എൻ്റെ എല്ലാ പ്രയാസങ്ങളും നീങ്ങി" റളിയല്ലാഹു അൻഹ. അതാണ് അവർ നടത്തിയ പ്രതികരണം. നേരത്തെ ആ സ്ത്രീയുടെ സമാനമായിട്ടുള്ള പ്രതികരണമാണ്. ആ സമയത്ത് റസൂലുള്ള ആ മാതാവിന് വേണ്ടിയും ആ കുടുംബത്തിന് വേണ്ടിയെല്ലാം റസൂലുള്ള അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. ശേഷം അവരാ യാത്ര തുടരാണ്. അങ്ങനെ അവസാനം റസൂലുള്ള മദീനയിലുള്ള തൻ്റെ വീട്ടിലെത്തുകയാണ്. വീട്ടിൽ കൂടെ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും റസൂലുള്ളാഹിൻ്റെ കൂടെയുണ്ട്, മരുമകൻ. അങ്ങനെ രണ്ടാളും വീട്ടിലേക്ക് കയറി റസൂലുള്ള മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ച് റസൂലുള്ള കയ്യിലുള്ള വാള് അവർക്ക് നൽകുകയാണ്. നൽകുന്ന സമയത്ത് റസൂലുള്ള പറയുന്നുണ്ടായിരുന്നു, "ഈ വാള് എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടതാണ്, അത് നന്നായി കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കാൻ വേണ്ടി റസൂലുള്ള മകൾക്ക് നിർദ്ദേശം നൽകുകയാണ്." ശേഷം ഒരല്പനേരം റസൂലുള്ള വീട്ടിൽ വിശ്രമിക്കുകയാണ്. ഇപ്പോൾ ഒരല്പനേരത്തെ വിശ്രമത്തിന് ശേഷം റസൂലുള്ള പുറത്തിറങ്ങുകയാണ്. ആ സമയമായപ്പോഴേക്കും മദീനയുടെ എല്ലാ ഭാഗത്തും ആ ന്യൂസെല്ലാം എത്തിയിട്ടുണ്ട്. പല ഭാഗത്തും സ്ത്രീകൾ കൂട്ടായിട്ട് കരയാണ്. കാരണം ബദർ പോലെയല്ല, 70 ആളുകളാണ് ഷഹീദായിട്ടുള്ളത്. അങ്ങനെ റസൂലുള്ള നടന്നു പോകുന്ന സമയത്ത് ബനു അബ്ദുൽ അഷ്ഹൽ ഗോത്രക്കാരുടെ ആ വഴി പോകുന്ന സമയത്ത് അവിടെ നിരവധി സ്ത്രീകളുടെ കൂട്ടക്കരച്ചിൽ റസൂലുള്ള കേൾക്കുകയാണ്. അവർ ആർത്ത് നിലവിളിച്ച് കരയാണ്. ഇൻഷാ അല്ലാഹ് കരച്ചിലേക്കാൻ വരുന്നുണ്ട്. അത് കേട്ട സമയത്ത് ഫബക്ക, റസൂലുള്ളാഹിൻ്റെ കണ്ണ് നിറഞ്ഞു. റസൂലുള്ള കണ്ണ് തുടക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം റസൂലുള്ള അവിടെ വെച്ചുകൊണ്ടൊരു കമൻറ്റ് റസൂലുള്ള പറഞ്ഞു, "ലാക്കിന്ന ഹംസ ലാ ബവാക്കിയ ലഹു." എൻ്റെ ഹംസക്ക് വേണ്ടി കരയാൻ ആരുമില്ലല്ലോ, റസൂലുള്ള ആ രൂപത്തിൽ പറഞ്ഞു. അത് കേട്ട സമയത്ത് ആ ബനു അബ്ദുൽ അഷ്ഹൽ ഗോത്രത്തിൽപ്പെട്ട ആ ഗോത്രത്തിലെ ചില നേതാക്കൾ പോയിട്ട് അവിടെയുള്ള സ്ത്രീകളോട് പറഞ്ഞു, "റസൂലുള്ളാഹിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്ക് വേണ്ടി എന്താണ് നിങ്ങൾ കരയാത്തത്?" അത് പറഞ്ഞതോടുകൂടെ അവർ ഹംസ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി കരയാൻ ആരംഭിക്കുകയാണ്. അപ്പോൾ എന്താണ് കരച്ചിൽ എന്താണെന്ന് വെച്ചാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അക്കാലഘട്ടത്ത്, ആ ജാഹിലിയ കാലഘട്ടത്ത് അവിടെ ഉണ്ടായിരുന്നൊരു സമ്പ്രദായമാണ് ഈ രൂപത്തിൽ നിലവിളിച്ച് അട്ടഹസിച്ച് കരയുക. നിയാഹ എന്നാണ് ഭാഷയിലത് പറയുക. അതായത് ഏതെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ അവരുടെ ബന്ധുക്കളും അതേപോലെ തന്നെ നിരവധി സ്ത്രീകൾ കൂടിയിരുന്ന് അവർ മുഖത്തും മാറത്തെല്ലാം മടിച്ച് വസ്ത്രമെല്ലാം കീറി ആ രൂപത്തിൽ വളരെ വയലൻ്റായിട്ട് അവർ അട്ടഹസിച്ച് കരയാൻ തുടങ്ങും. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അക്കാലഘട്ടത്ത്, ജാഹിലിയ കാലഘട്ടത്ത് അവിടെയുള്ള സമ്പന്നരായിട്ടുള്ള ആളുകൾ അവരുടെ പ്രധാനപ്പെട്ട ആരെങ്കിലും ആ കുടുംബത്തിൽ മരണപ്പെട്ടാൽ അവർ കരയാൻ വേണ്ടി മാത്രം ഈ രൂപത്തിൽ ചില ആളുകളെ നിയമിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പം നമ്മളെ ഇന്നത്തെ കാലത്ത് ഇവൻറ്റ് മാനേജ്മെൻ്റ് എല്ലാം നടത്തുന്നത് പോലെ അക്കാലഘട്ടത്ത് അതിനു വേണ്ടി ഒരു വിഭാഗം ആളുകളുണ്ടാകും. അപ്പോൾ അവർ ആ ഒരു ഗ്രൂപ്പ്, ആ സ്ത്രീകൾ വന്നിട്ട് ഈ മരണപ്പെട്ട വ്യക്തിയുടെ വീട്ടിൽ വന്ന് അയാളുടെ മഹത്വവും മറ്റുമെല്ലാം പറഞ്ഞ് അയാൾ എത്രത്തോളം ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവനായിരുന്നുവെന്ന് മറ്റുള്ള ആളുകളെ അറിയിക്കാൻ വേണ്ടി അവർ ആർത്ത് അട്ടഹസിച്ച് കരയും. ആ രൂപത്തിലുള്ളൊരു സമ്പ്രദായം, നിയാഹ എന്നുള്ള ആ ഒരു സമ്പ്രദായം അക്കാലഘട്ടത്ത് നിലവിലുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് പല ആളുകളും അവിടെ ആ രൂപത്തിൽ കരഞ്ഞത്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിൻ്റെ ഹംസ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചുള്ള ആ ഒരു കമൻറ്റ് വന്നതോടുകൂടെ സ്ത്രീകൾ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരും പറഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് റസൂലുള്ള അവരെ വിലക്കിക്കൊണ്ട് പറഞ്ഞു, "ഞാൻ ഈ കരച്ചിലല്ല ഉദ്ദേശിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നു മുതൽ ഈ രൂപത്തിലുള്ള കരച്ചിൽ, ഈ രൂപത്തിലുള്ള വിലാപങ്ങൾ വേണ്ട." റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചുകൊണ്ട് ആ നിയാഹ, അതായത് ആർത്ത ഹട്ടച്ചിട്ടുള്ള ആ വൽവല, ആ രൂപത്തിലുള്ള കരച്ചിൽ റസൂലുള്ള വിലക്കുകയാണ്. ഈ ഒരു പോയിന്റിലാണ് റസൂലുള്ള ഉഹദ് യുദ്ധാനന്തരം ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് ആ ഒരു സമ്പ്രദായം റസൂലുള്ള നിരോധിച്ചുകൊണ്ടുള്ള നിരവധി കൽപ്പനകൾ. ഇപ്പോൾ പ്രസിദ്ധമായിട്ടുള്ള ഹദീസ് ഗ്രന്ഥങ്ങൾ, റിയാദു സ്വാലിഹീൻ തന്നെ അതിൻ്റെ 302-ാമത്തെ അധ്യായം, ബാബു തഹ്രീമു നിയാഹത്തി അലൽ മയ്യത്ത്, ഇതേ രൂപത്തിൽ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്ന ഹദീസുകളാണ്. 10-11 ഹദീസ് ആ ഒരു ചാപ്റ്ററിൽ തന്നെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. അതിൽ സ്വഹീൽ ബുഖാരിയിൽ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്നൊരു ഹദീസിൽ റസൂലുള്ള പറയുന്നുണ്ട്, ലൈസ മിന്നാ മൻ ദറബൽ ഹുദൂദ വ ശഖൽ ജുനു. റസൂലുള്ള പറയുന്നുണ്ട്, അതായത് കവിളത്തടിച്ച് വസ്ത്രം കീറി ജാഹിലിയ കാലഘട്ടത്തെ ആ നിലവിളിച്ച് കരയുന്ന ആളുകൾ ലൈസ മിന്ന, നമ്മിൽപ്പെട്ട ആളല്ല റസൂലുള്ള പറയുകയാണ്. അത്ര ശക്തമായിട്ട് റസൂലുള്ള അതിനെ വിലക്കുകയാണ്. ഇപ്പോൾ പ്രത്യേകമായിട്ടൊരു കാര്യം തെറ്റിദ്ധരിക്കരുത്, ഇവിടെ റസൂലുള്ള കരയുന്നതിനെയല്ല വിമർശിക്കുന്നത്. വിഷമം വരുന്ന സമയത്ത് കരയാം, വിഷമിക്കാം. വിഷമം സ്വാഭാവികം, മനുഷ്യ സഹജമായിട്ടുള്ളൊരു വികാരമാണ്. ഇപ്പോൾ മകൻ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ വർഷങ്ങളോളം കരഞ്ഞ് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഒരല്പം മുമ്പ് റസൂലുള്ള കരഞ്ഞതായിട്ട് നമ്മൾ കണ്ടത് മാത്രമല്ല, ഒരല്പം മുന്നോട്ട് പോവുകയാണെങ്കിൽ റസൂലുള്ള തന്നെ തൻ്റെ മകൻ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു അവർ
റസൂലുള്ളാഹിൻ്റെ കയ്യിൽ കിടന്ന ആ കുട്ടി പടഞ്ഞ് മരിച്ച സമയത്ത് സ്വഹീൽ ബുഖാരി തന്നെ കാണാൻ സാധിക്കും, റസൂലുള്ളാഹിൻ്റെ കണ്ണിൽ നിന്നും ധാരയായി കണ്ണീരൊഴുകി, ആ താടി രോമങ്ങൾ നനഞ്ഞ് കുതിരുമാറ്. ആ സമയത്ത് കണ്ടു നിന്ന സ്വഹാബികൾ ചോദിക്കുന്നുണ്ട്, ഓ പ്രവാചകരെ നിങ്ങൾ കരയാണോ? ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞ പ്രസിദ്ധമായിട്ടുള്ള വാക്കുകൾ, ഇന്നൽ ഐന തദ്മ വൽ ഖൽബ യഹ്സൻ, കണ്ണ് നിറയും അതേപോലെ തന്നെ ഹൃദയം വേദനിക്കും. കാരണം നമുക്കറിയാം ഹൃദയത്തിന് പറയാൻ കഴിയാത്ത വാക്കുകളാണ് കണ്ണീര്, നമ്മൾ പറയാറുണ്ട്. റസൂലുള്ളാഹി പറയാണ്, കണ്ണ് നിറയും ഹൃദയങ്ങളെല്ലാം വേദനിക്കും, പക്ഷേ വലാ നഖൂലു ഇല്ലാ മാ യുർളാ റബ്ബുന, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് അങ്ങനെയാണെങ്കിലും അള്ളാഹ്ക്ക് തൃപ്തിപ്പെടാത്ത ഒരു വാക്കും ഞാൻ പറയില്ല എന്നുള്ള, അതാണ് മാതൃക. ഇപ്പോൾ റസൂലുള്ളാഹി അവിടെ വിലക്കുന്നത് ആ ഒരു കരച്ചിലിൻ്റെ എക്സ്ട്രീം വേർഷനായിട്ടുള്ള നിയാഹയാണ് റസൂലുള്ളാഹി അവിടെ വിലക്കുന്നത്. കൃത്യമായിട്ടുള്ള ആ ഒരു ബാലൻസാണ് റസൂലുള്ളാഹി അവിടെ കാണിച്ചു തരുന്നത്. സാന്ദർഭികമായിട്ട് ഓർക്കുന്നത്, ഇസ്ലാമിക ചരിത്രത്തിലെ പ്രഗത്ഭനായിട്ടുള്ളൊരു പണ്ഡിതൻ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ, അദ്ദേഹം ആബിദുൽ ഹറമൈൻ എന്നുള്ള അപരനാമത്തിലെല്ലാം അറിയപ്പെടുന്ന പ്രഗത്ഭനായിട്ടുള്ള പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകൻ മരണപ്പെട്ട സമയത്ത്, ഖബറടക്കുന്ന സമയത്ത് അദ്ദേഹം ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് വിഷമമൊന്നും കാണുന്നില്ല. ആളുകൾ അദ്ദേഹത്തോട് വിവരം അന്വേഷിച്ച സമയത്ത് അദ്ദേഹം നൽകിയ മറുപടി, അള്ളാഹിൻ്റെ വിധിയിൽ ഞാൻ പരിപൂർണ്ണ സംതൃപ്തനാണ്. അപ്പോൾ നമ്മളിത് കേൾക്കുന്ന സമയത്ത് നമ്മൾ വല്ലാത്തൊരു ഈമാൻ എന്നെല്ലാം ചിന്തിക്കും. അപ്പോൾ അവിടെ പണ്ഡിതന്മാർക്കിടയിൽ കടന്നു വരുന്നൊരു ചർച്ച, ഏതാണ് മാതൃക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി മകന് മരണപ്പെട്ട സമയത്ത് റസൂലുള്ളാഹി അവിടെ കരയുന്നു, ഫുളൈൽ ഇബ്നു ഇയാദ് അവിടെ ചിരിക്കുകയും ചെയ്യാൻ. അപ്പോൾ അത് രണ്ടും ചേർത്ത് വെച്ച് നൽകുന്ന മനോഹരമായിട്ടുള്ള വിശദീകരണം, പണ്ഡിതന്മാർ നൽകുന്ന വിശദീകരണം എന്താണെന്ന് വെച്ചാൽ, തീർച്ചയായിട്ടും ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹം വലിയ പണ്ഡിതനാണ്. പക്ഷേ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ മഖാം ദറജ എന്നുള്ളത് അദ്ദേഹം ഒരു പ്രവാചകനൊന്നുമല്ല. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സൃഷ്ടികളോടുള്ള ആ കാരുണ്യത്തിൻ്റെ പ്രകടനവും അതേപോലെ തന്നെ അള്ളാഹിൻ്റെ വിധിയിലുള്ള തൃപ്തിയും രണ്ടും ഒരുപോലെ ഹൃദയത്തിൽ കമ്പൈൻ ചെയ്യാൻ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ്ക്ക് സാധിച്ചില്ല എന്നുള്ള, അദ്ദേഹം അതിൽ ഏതെങ്കിലും ഒന്നിനെ തിരഞ്ഞെടുത്ത് അല്ലെങ്കിൽ ഒരു വികാരത്തെ മുന്നോട്ട് വെക്കുകയാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി അത് രണ്ടും, ആ രണ്ട് ഇമോഷനും കൃത്യമായിട്ട് യോജിപ്പിച്ച് ആ ഒരു ബാലൻസ് റസൂലുള്ളാഹി അവിടെ കാണിച്ചു തരാണ്. അതായത് റസൂലുള്ളാഹി കരഞ്ഞു, അതേ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, വലാ നഖൂലു ഇല്ലാ മാ യുർളാ റബ്ബുന, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് തൃപ്തിപ്പെടാത്തത്, അതായത് അവൻ്റെ വിധിയിൽ ഞാൻ തൃപ്തനാണ്. ഇപ്പോൾ ഹൃദയം കരയുന്നുണ്ട്, അതേപോലെ തന്നെ ആ വിധിയിലുള്ള തൃപ്തി, അത് രണ്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ബാലൻസ്, സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് ഉസ്വത്തുൻ ഹസന, കൃത്യമായിട്ടുള്ള മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുകയാണ്. അപ്പോൾ നമ്മൾ ആ പോസ് ചെയ്ത് വെച്ച ചരിത്രത്തിലേക്ക് തന്നെ വരികയാണ്. റസൂലുള്ളാഹി ഹംസ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി കരയാൻ ആരുമില്ല എന്ന് ചോദിക്കുന്ന അതേപോലെ തന്നെ ആ നിയാഹ എന്നുള്ള സമ്പ്രദായം റസൂലുള്ളാഹി അവിടെ വെച്ച് വിലക്കുകയാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, റസൂലുള്ളാഹി ഹംസ റളിയല്ലാഹു അൻഹുവിനെ എത്രത്തോളം മിസ്സാകുന്നുണ്ടെന്ന് ഇതെല്ലാം കാണിച്ചു തരുന്നുണ്ട്. റസൂലുള്ളാഹി യുദ്ധക്കളത്തിൽ തന്നെ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ശത്രുക്കൾ വികൃതാക്കിയ ശരീരം കണ്ട സമയത്ത് അനിയന്ത്രിതമായിട്ട് അവിടെ വെച്ച് കരയുന്നുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹി മടങ്ങി വന്ന സമയത്തും ഹംസ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചാണ് പറയുന്നത്. അത് എത്രത്തോളം എന്ന് വെച്ചാൽ, ഉഹുദ് യുദ്ധാനന്തരം ഒരല്പകാലത്തിന് ശേഷം മദീനയിൽ വെച്ച് അൻസാറുകളിൽപ്പെട്ട ഒരാൾക്കൊരു സന്താനം ജനിക്കുന്നുണ്ട്. ഹദീസുകളിൽ ആ ഒരു ഉദ്ധരണി കാണാൻ സാധിക്കും. അയാൾ ആ ജനിച്ച കുട്ടിയായിട്ട് റസൂലുള്ളാഹിൻ്റെ അടുത്ത് പോയിട്ട്, ഉലിദലി ഗുലാം ഫഅതൈതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖുൽതു ലഹു, റസൂലുള്ളാഹിനോട് അദ്ദേഹം പറഞ്ഞു, ഫമാ ഉസമ്മീഹി, എന്ത് പേരാണ്, അതായത് ഈ കുട്ടിക്ക് വല്ല പേര് നിങ്ങൾ നിർദ്ദേശിക്കണം. ആ സമയത്ത് റസൂലുള്ളാഹി നൽകുന്ന മറുപടി, സമ്മിഹി ബി അഹബ്ബിന്നാസി ഇലയ്യ ഹംസ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ നാമം തന്നെ ആ കുട്ടിയെ നിങ്ങൾ വിളിക്കുക, ഹംസ എന്നുള്ള പേര് ആ കുട്ടിക്ക് വേണ്ടി റസൂലുള്ളാഹി നിർദ്ദേശിക്കുന്നതായിട്ടെല്ലാം ഉദ്ധരണികളിൽ കാണാൻ സാധിക്കും. അത്രയേറെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹംസ റളിയല്ലാഹു അൻഹുവുമായിട്ടുള്ള ബന്ധമാണ് അതെല്ലാം കാണിച്ചു തരുന്നത്. അപ്പോൾ മദീനയിലുള്ള ചില ആളുകൾ ആ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന സംഘത്തോട് വഴിയിൽ വെച്ച് തന്നെ വിവരങ്ങളെല്ലാം ചോദിച്ചറിയുന്നുണ്ടായിരുന്നു. അതേസമയം ചില ആളുകൾ അവർ വീട്ടിൽ ആ ന്യൂസ് വരുന്നതും കാത്ത് ആ വീട്ടിലിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നേരിട്ട് പോയി വിവരം അറിയിച്ച ചില വീടുകളുണ്ട്. അത് യഥാർത്ഥത്തിൽ അവരുടെ ആ പ്രാധാന്യമാണ് കാണിച്ചു തരുന്നത്. റസൂലുള്ളാഹി സന്ദർശിച്ച ഒരു വീട് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീടാണ്. അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം പറയേണ്ടതില്ല. നമ്മൾ ഉഹുദിൽ പല ഭാഗത്തായിട്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് പരാമർശിച്ചിരുന്നു. ഉഹുദിൽ മുസ്ലിങ്ങളുടെ പതാകവാഹകൻ, മദീനയിലേക്കുള്ള ആദ്യത്തെ അംബാസിഡർ, അതേ രൂപത്തിൽ നിരവധി ശ്രേഷ്ഠനായിട്ടുള്ള സ്വഹാബിയാണ്. അതേപോലെ തന്നെ മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ സമയത്ത് പ്രത്യേകമായിട്ട് ഓർത്തു വെക്കാൻ പറഞ്ഞ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരി ഹംന ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയാണ് മുസ്അബ് റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി ആ വീട്ടിലേക്ക് കയറി. ആ ഭാര്യ വളരെ ആകാംക്ഷയോടുകൂടെ ആ വാർത്ത കേൾക്കാൻ വേണ്ടി അവർ വന്നു. അങ്ങനെ റസൂലുള്ളാഹി അവിടെ ഇരുന്ന് വളരെ വിഷമത്തോടു കൂടെ റസൂലുള്ളാഹി പറഞ്ഞു, യാ ഹംന,
ഇഹ്തസിബി അഖാഖ്, ഓ ഹംന നിൻ്റെ സഹോദരൻ. ആദ്യമായിട്ട് സഹോദരൻ്റെ ആ മരണവാർത്ത അറിയിക്കുകയാണ്. അതായത് അബ്ദുല്ലാഹിബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു. അത് കേട്ട ഉടനെ ഹംന റളിയല്ലാഹു അൻഹ ഫഖാലത്ത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവരത് ചൊല്ലിയതിന് ശേഷം റഹിമഹുല്ലാ വ ഗഫറ ലഹു, ആ സഹോദരന് വേണ്ടി അവർ പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമതായിട്ട് വീണ്ടും റസൂലുള്ളാഹി പറഞ്ഞു ഇഹ്തസിബി ഖാലക്, നിൻ്റെ അമ്മാവൻ, അതായത് അവരുടെ അമ്മാവൻ ഹംസ ഇബ്ൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. അത് കേട്ട സമയത്തും ഹംന റളിയല്ലാഹു അൻഹ ആദ്യത്തേതിന് സമാനമായിട്ടുള്ള പ്രതികരണം അവർ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ റഹിമഹുല്ലാ വ ഗഫറ ലഹു, ഹംസ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം മൂന്നാമതായിട്ട് റസൂലുള്ളാഹി പറഞ്ഞു യാ ഹംന ഇഹ്തസിബി സൗജക് മുസ്അബ് ബിൻ ഉമൈർ, ഭർത്താവ് മുസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മരണവാർത്ത മൂന്നാമതായിട്ട് റസൂലുള്ളാഹി പറയാണ്. അപ്പോൾ ആദ്യത്തേത് രണ്ടും ക്ഷമയോടുകൂടെ കേട്ടുനിന്ന് പ്രതികരിച്ച ഹംന റളിയല്ലാഹു അൻഹ മൂന്നാമതായിട്ട് ആ ഭർത്താവിൻ്റെ മരണവാർത്ത കേട്ട സമയത്ത് അവരുടെ നിയന്ത്രണം നഷ്ടപ്പെടുകയാണ്. അവർ അത്യുച്ചത്തിൽ നിലവിളിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ വീട്ടിനകത്തേക്ക് ഓടുകയാണ്. ചിന്തിച്ചു നോക്കുക, ആദ്യത്തേത് രണ്ടും രക്തബന്ധുക്കളുടെ ആ മരണവാർത്ത ക്ഷമയോടുകൂടെ പ്രതികരിച്ച് അവർ ഭർത്താവിൻ്റെ മരണവാർത്ത കേട്ട സമയത്ത് അവരുടെ നിയന്ത്രണം നഷ്ടപ്പെടുകയാണ്. അവർ വല്ലാത്തൊരു ബോണ്ടാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ആ പ്രതികരണം കണ്ട സമയത്ത് റസൂലുള്ളാഹി കരഞ്ഞുകൊണ്ട് കണ്ണ് തുടച്ചുകൊണ്ട് ആ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടായിരുന്നു ഇന്ന സൗജൽ മർഅത്തി മിൻഹാ ബിമക്കാൻ, തീർച്ചയായിട്ടും ഭർത്താവിന് ഭാര്യയുടെ മനസ്സിൽ വല്ലാത്തൊരു മറ്റാർക്കില്ലാത്തൊരു സ്ഥാനമാണുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ ഇതൊരു ഹദീസായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ ആ ഹദീസ് പറയുന്ന കോണ്ടക്സ്റ്റ് ഈ ഒരു സന്ദർഭമാണ്. ചിന്തിച്ചു നോക്കുക, നല്ല ദാമ്പത്യ ബന്ധങ്ങൾക്കിടയിൽ വല്ലാത്തൊരു ബോണ്ടാണ് അവിടെ രൂപം കൊള്ളുന്നത്. അത്രയും കാലം കൂടെ ജീവിച്ച 10-20 വർഷം കൂടെ ജീവിച്ച രക്തബന്ധുക്കളേക്കാൾ പിന്നീട് കൂട്ടിച്ചേർക്കുന്ന ആ ബോണ്ട് അത് അവരെക്കാളെല്ലാം പ്രിയപ്പെട്ടതായിട്ട് മാറാണ്. അത് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു ദൃഷ്ടാന്തമാണ്. പരിശുദ്ധ ഖുർആനിൽ നമ്മൾ പലപ്പോഴായിട്ട് കേൾക്കാറുള്ള സൂറത്ത് റൂമിൻ്റെ 20-21 വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് വമിൻ ആയാത്തി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തമാണ് നിങ്ങളെ ഇണകളാക്കി സൃഷ്ടിച്ചത്. അതിനുശേഷം വജഅല ബൈനക്കും മബദ്ദത്തം വറഹ്മ, നിങ്ങൾ ആ സ്നേഹവും കാരുണ്യവും നിങ്ങൾക്കിടയിൽ അവനുണ്ടാക്കി നിങ്ങൾ ആ രൂപത്തിൽ ബോണ്ട് ചെയ്തത്. വമിൻ ആയാത്തിഹി, അത് അള്ളാഹിൻ്റെ ദൃഷ്ടാന്തമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ എടുത്തു പറയുന്നുണ്ട്. ആ ഒരു ബോണ്ടിൻ്റെ, അതുകൊണ്ടാണ് നമുക്കറിയാം നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടാൽ പോലും അതിൻ്റെ ഒരു ദുഃഖ പ്രകടനങ്ങൾ അത് ദിവസങ്ങൾ മാത്രമാണ്. അതേ സമയത്ത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ 4 മാസവും 10 ദിവസമാണ് ഇദ്ദയായിട്ട് ഇസ്ലാം നിർദ്ദേശിക്കുന്നത്. കാരണം അത്രയും വലിയൊരു ബോണ്ടാണത്. അതിൻ്റെ പ്രകടനമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സംഭവത്തിലുള്ള മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം, റസൂലുള്ളാഹി മുസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ ആ ന്യൂസ് ഷെയർ ചെയ്ത ആ സീക്വൻസ് നിങ്ങൾ ചിന്തിച്ചു. അത് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹിൻ്റെ ഇമോഷണൽ ഇൻ്റലിജൻസ് ആണത് കൃത്യമായിട്ട് കാണിച്ചു തരുന്നത്. ആദ്യം തന്നെ ഭർത്താവിൻ്റെ മരണവാർത്ത പറയാതെ ആ ഓരോ വിഷമത്തിൻ്റെ ആ ലെയറുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ചാണ് റസൂലുള്ളാഹി വാർത്ത പങ്കുവെക്കുന്നത്. അവസാനമാണ് ഭർത്താവിൻ്റെ ആ മരണവാർത്ത റസൂലുള്ളാഹി പറയുന്നത്. അപ്പം അതും യഥാർത്ഥത്തിൽ വലിയൊരു പാടാണ്. ഒരു രീതിയുണ്ട്, ഒരു കാര്യം അത് സത്യമാണെങ്കിലും പറയുന്നതിന് അയാളുടെ മറ്റുള്ള ആളുകളുടെ ഇമോഷൻ അത് ഏത് രൂപത്തിൽ സ്വാധീനിക്കും എന്ന് മനസ്സിലാക്കി ആ രൂപത്തിലാകണം ആ ന്യൂസ് നമ്മൾ പങ്കുവെക്കേണ്ടത്. ഒരല്പം മുമ്പ് നേരത്തെ ആ യുദ്ധക്കളത്തിൽ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ വികൃതമായി കൊത്തിക്കീറിയ ശരീരം അത് സഹോദരി സൊഫിയ റളിയല്ലാഹു അൻഹയെ കാണിക്കരുതെന്ന് റസൂലുള്ളാഹി പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. കാരണം അവസാനമായിട്ട് നമ്മൾ കാണുന്ന ആ ഒരു ഇമേജ് അതിന് വല്ലാത്ത പവറാണ്. അതായിരിക്കും പിന്നീട് അവരുടെ ഓർമ്മയായിട്ട് അവശേഷിക്കുക. അപ്പോൾ അവരെക്കുറിച്ചുള്ള നല്ല ഓർമ്മ, നല്ല ചിത്രങ്ങൾ മനസ്സിൽ നിൽക്കട്ടെ. അത്തരം കാഴ്ചകൾ പല സമയത്തും ഇതേ രൂപത്തിൽ വലിയ ആക്സിഡൻറ്റ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സംരക്ഷിക്കുമാറാകട്ടെ, അത്തരത്തിലുള്ള ദുരന്തങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് റസൂലുള്ളാഹി അവിടെ മാതൃക കാണിക്കുകയാണ്. പിന്നീട് അതിനുള്ള ഒരു മനക്കരുത്ത് ഉണ്ടെന്ന് കാണിച്ച സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി അതിന് അനുമതി നൽകുന്നത്. അപ്പോൾ ഇവിടെയും റസൂലുള്ളാഹി ന്യൂസ് ഷെയർ ചെയ്ത ആ ഒരു രീതി നമ്മൾ പറഞ്ഞു. അവിടെ സാന്ദർഭികമായിട്ട് ഓർക്കുന്നത് മനോഹരമായിട്ടുള്ളൊരു സംഭവം നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് സൂചിപ്പിച്ച അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ, അവരും ഭർത്താവ് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം സ്വഹീഹ് മുസ്ലിമിൽ കടന്നു വരുന്ന ആ ഒരു സംഭവം വളരെ മനോഹരമായിട്ടുള്ള മാതൃകയാണ്. അവരെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ലഭിച്ച പാഠങ്ങൾ ജീവിതത്തിൽ ഏത് രൂപത്തിലായിരുന്ന സ്വഹാബികൾ പകർത്തിയത് എന്നുള്ളതിൻ്റെ മാതൃകയാണ്. അവർക്കുണ്ടായിരുന്ന അവരുടെ പ്രിയപ്പെട്ട സന്താനം ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ ആ ചെറിയ കുഞ്ഞ്
രോഗബാധിതനാണ്. ഒരുപാട് ദിവസം കഴിഞ്ഞ് രോഗത്തിന് ഒരല്പം ശമനം കണ്ട സമയത്ത് ഭർത്താവ് പതിവ് പോലെ ജോലിക്ക് വേണ്ടി പോയി. പക്ഷേ ഉച്ചസമയമായ സന്ദർഭത്തിൽ രോഗം മൂർച്ഛിച്ച് കുട്ടി മരണപ്പെടുകയാണ്. അങ്ങനെ വൈകിട്ട് ഭർത്താവ് ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയ സമയത്ത് ഭാര്യ പതിവ് പോലെ തന്നെ യാതൊരു റിയാക്ഷനും കാണിക്കാതെ നല്ല പോലെ ഭർത്താവിനെ സ്വീകരിച്ച് ഭർത്താവ് പോയി കുളിച്ച് ഭക്ഷണമെല്ലാം നൽകി. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭർത്താവ് ചോദിക്കുന്നുണ്ടായിരുന്നു, എങ്ങനെയുണ്ട്, കുട്ടിയുടെ വിവരം എന്താണ്? അപ്പോൾ ഭാര്യ പറഞ്ഞ മറുപടി, ആദ്യത്തേതിനേക്കാൾ സുഖമായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അത് രണ്ടർത്ഥത്തിലാണ് സംസാരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അവർ രണ്ടാളും ഉറങ്ങി. എത്രത്തോളം വെച്ചാൽ ആ രാത്രി ആ ഭാര്യാഭർത്ത് ബന്ധമെല്ലാം ആ രാത്രി നടന്നു എന്നുള്ളതാണ്. ഒരു രൂപത്തിലും ഭാര്യ ആ ഒരു വിഷമം പ്രകടിപ്പിക്കുന്നില്ല. പിറ്റേ ദിവസം പ്രഭാതത്തിൽ ഫജ്ർ നമസ്കരിക്കാൻ വേണ്ടി പോകാൻ അദ്ദേഹം കുളിക്കാൻ ആ കുളിക്കുന്ന സമയത്ത് ഭാര്യ പോയി ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ ആരെങ്കിലും പ്രധാനപ്പെട്ടൊരു വസ്തു കടായിട്ട് നൽകി അല്ലെങ്കിൽ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അയാൾ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ തിരിച്ചു കൊടുക്കണ്ടേ? ഭർത്താവ് പറഞ്ഞു, തീർച്ചയായിട്ടും. അതിനുശേഷം ഭാര്യ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ ഏൽപ്പിച്ച നിങ്ങൾക്ക് നൽകിയ നിങ്ങളുടെ സന്താനത്തെ ഇന്നലെ അള്ളാഹു സുബ്ഹാനഹു വതആല തിരിച്ചെടുത്തിട്ടുണ്ട്. ഭർത്താവിനത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഉടനെ തന്നെ അദ്ദേഹം പള്ളിയിലേക്ക് ഓടാൻ റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് ഓടി ഉണ്ടായ സംഭവം മുഴുവൻ പറയാൻ. റസൂലുള്ളാഹിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അതായത് ഉമ്മു സലൈം റളിയല്ലാഹു അൻഹയുടെ പ്രതികരണം റസൂലുള്ളാഹിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. റസൂലുള്ളാഹി അവിടെ വെച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് ബാറക്കല്ലാഹു ലക്കുമാ ഫീ ലൈലത്തിക്കുമാ റസൂലുള്ളാഹി ആ അവസാനത്തെ ആ ഒരു രാത്രി, അതായത് അതിൽ ബർക്കത്തുണ്ടാകാൻ വേണ്ടി റസൂലുള്ളാഹി പ്രാർത്ഥിക്കുകയും പിന്നീട് ഹദീസ് ഉദ്ധരിക്കുന്ന ആൾ തന്നെ പറയുന്നുണ്ട്, പിന്നീട് അവർക്കുണ്ടായ സന്താനങ്ങൾ അത് നിരവധി സന്താനങ്ങളുണ്ടായി. അവരെല്ലാം പിന്നീട് ഹുഫാദുകൾ, അത് പണ്ഡിതന്മാർ, അത് ഖുർആൻ മനപ്പാടാക്കിയവരും വലിയ പണ്ഡിതരായിട്ട് മാറി എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അവിടെയും ഈ ഒരു സംഭവത്തിലും യഥാർത്ഥത്തിൽ ആ ഒരു മാതൃകയാണ്. എത്രത്തോളം അവരുടെ ഈമാൻ്റെ ഒരു ലെവൽ നോക്കുക. അതേപോലെ ആ ന്യൂസ് പങ്കുവെച്ച ആ രീതിയെല്ലാം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും പകർത്തിയ മാതൃകകളാണിതെല്ലാം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റസൂലുള്ളാഹി മുസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ പോയി ആ വാർത്ത കൈമാറി. അതേപോലെ മറ്റുള്ള ആളുകളെല്ലാം ആ വാർത്തയെല്ലാം അറിഞ്ഞു. ഉഹുദിൻ്റെ അനന്തരമുള്ള മദീനയുടെ ചിത്രം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ നിരവധി സ്ത്രീകൾ, 70ഓളം ആളുകൾ രക്തസാക്ഷികളായിട്ടുണ്ട്. അപ്പോൾ നിരവധി സ്ത്രീകൾ വിധവകളായി, നിരവധി കുട്ടികൾ യതീമുകളായി. അതേപോലെ തന്നെ ആ വിധവകളുടെ അവകാശത്തെ സംബന്ധിച്ചൊന്നും ആ സന്ദർഭത്തിൽ വലിയൊരു ധാരണയില്ലായിരുന്നു. അതിലേക്ക് വെളിച്ചം വീശുന്നൊരു സംഭവം തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. നേരത്തെ നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൻ്റെ അവസാനമായിട്ട് നമ്മൾ സൂചിപ്പിച്ച സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹുവുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവമാണ്. അദ്ദേഹം ഉഹുദിൽ രക്തസാക്ഷിയാവുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷങ്ങളെല്ലാം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നു. അദ്ദേഹം രക്തസാക്ഷിയായി. അദ്ദേഹത്തിന് ഒരു ഭാര്യയും 2 കുട്ടികളും ബാക്കിയാവുകയാണ്. ഇപ്പോൾ ഓർക്കുന്നുണ്ടാവും, സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു വലിയ ധനികനായിരുന്നു. അദ്ദേഹം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവുമായിട്ടാണ് റസൂലുള്ളാഹി സഹോദര്യ ബന്ധമെല്ലാം ചേർത്തത്. ഇപ്പോൾ ഒരുപാട് സമ്പത്തുണ്ട്. അദ്ദേഹം മരണപ്പെട്ടതോടുകൂടി അദ്ദേഹത്തിൻ്റെ സഹോദരൻ ആ സമ്പത്ത് മുഴുവൻ എടുക്കുകയാണ്. അതായിരുന്നു ആ നാട്ടിലെങ്കിൽ ആ കാലഘട്ടത്തിലുള്ളൊരു കൾച്ചർ. പിന്നീട് മാസം കുട്ടികൾക്കും ആ ഭാര്യയ്ക്കും വേണ്ടത് അയാൾ ചെലവിനായിട്ട് കൊടുക്കും. കാരണം നമുക്കറിയാം, ജാഹിലിയ കാലഘട്ടത്ത് സ്ത്രീകൾ തന്നെ ഒരു വലിയൊരു പ്രോപ്പർട്ടി ആയിട്ട് ഗണിച്ച ഒരു കാലഘട്ടമാണ്. ആ സമയത്ത് സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹുവിൻ്റെ അവരുടെ ഭാര്യ മക്കളെയും കൂട്ടി പരാതിയായിട്ട് റസൂലുള്ളാഹിൻ്റെ മുന്നിലെത്താണ്. ഓ പ്രവാചകരെ, ഇത് എൻ്റെ കൂടെയുള്ളത് 2 സഅദിൻ്റെ പുത്രികളെ, സഅദിൻ്റെ മക്കളാണ്. അവരുടെ മുഴുവൻ സമ്പത്തും ആ പിതൃവ്യൻ, അതായത് ഈ കുട്ടികളുടെ പിതൃവ്യൻ, അതായത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ എടുത്തിരിക്കുകയാണ്. ഞങ്ങൾക്കായിട്ടൊന്നും ബാക്കി വെച്ചിട്ടില്ല. എനിക്ക് ഈ കുട്ടികളെ നോക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഭാവിയിൽ ഇവരുടെ വിവാഹവും മറ്റും നടത്താൻ അതിനെല്ലാം പണം എനിക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ട സമയത്ത് റസൂലുള്ളാഹി നിശബ്ദമാവാണ്. എന്ത് പറയണമെന്ന് റസൂലുള്ളാഹിക്ക് അറിയില്ല. കാരണം അതായിരുന്നു ആ സമൂഹം കാലങ്ങളായിട്ട് അവർ പിന്തുടർന്നു പോകുന്ന ആചാരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തീരുമാനം എടുക്കുന്നത് വരെ നിങ്ങൾ കാത്തു നിൽക്കുക. റസൂലുള്ളാഹി അത് പറഞ്ഞ് അവരെ മടക്കി അയക്കുകയാണ്. ഈ സമയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട നിയമങ്ങളടങ്ങുന്ന ആ സൂറത്തുൻ നിസാഇൻ്റെ ആയത്തുകൾ അവതരിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായം ആ സൂറത്തുൻ നിസാഇൻ്റെ 11 മുതലുള്ള വചനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. യൂസീക്കുമുല്ലാഹു ഫി ഔലാദിക്കും എന്ന് തുടങ്ങുന്ന ആ സുദീർഘമായിട്ടുള്ള ആയത്ത്. അതുമാത്രമല്ല, അനന്തരാവകാശവുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ നിയമങ്ങളും സൂറത്തുൻ നിസാഇലാണ് കാണാൻ സാധിക്കുക. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നൽകുകയാണ്. അമീറാസുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ നമുക്കറിയാം, ഇസ്ലാമിൽ പ്രത്യേകമായിട്ടുള്ളൊരു പഠനശാഖ ഇൽമുൽ ഫറാഇൽ എന്നുള്ള പേരിൽ ഈ ലോ ഓഫ് ഇൻഹെറിറ്റൻസുമായിട്ട് ബന്ധപ്പെട്ടൊരു ഒരു ശാഖ തന്നെ നിലവിലുണ്ട്. അതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന പണ്ഡിതന്മാരുണ്ട്.
അതുമായിട്ട് ബന്ധപ്പെട്ട ആയത്തുകളെല്ലാം കടന്നു വരുന്നത് സൂറത്തു നിസായിലാണ്. അതിൻ്റെ കോണ്ടക്സ്റ്റാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചരിത്രത്തിൽ ആദ്യമായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു സ്ത്രീകൾ തന്നെ ഒരു പ്രൊഡക്റ്റായിട്ട് ഗണിച്ചിരുന്ന ആ ജാഹിലിയ കാലഘട്ടത്ത് ആദ്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകളുടെ അവകാശത്തെ സംബന്ധിച്ച് സൂറത്ത് നിസാഇൻ്റെ 7-ാമത്തെ വചനത്തിൽ ലിർരിജാലി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖറബൂൻ വലിൻ നിസാഇ നസീബും മിമ്മാ തറക്കൽ വാലിദാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കൾ അതേപോലെ തന്നെ അടുത്ത ബന്ധുക്കളെല്ലാം വിട്ടേച്ചു പോകുന്ന സ്വത്തുക്കളിൽ സ്ത്രീകൾക്ക് അവകാശം ഉണ്ടെന്ന് ആദ്യമായിട്ട് ചരിത്രത്തിൽ, ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇസ്ലാം പ്രഖ്യാപിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ സ്ത്രീയുടെ മുഴുവൻ ഉത്തരവാദിത്വം, സ്ത്രീയുടെ സംരക്ഷണ ഉത്തരവാദിത്വം, അവളുടെ ഭക്ഷണവും അതേപോലെ തന്നെ പാർപ്പിടവും വസ്ത്രവും അതെല്ലാം പുരുഷൻ്റെ മേലെ ബാധ്യതയാക്കി വെച്ചു. പുരുഷനാണ് ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ എന്നുള്ളത് മുഴുവൻ പുരുഷൻ്റെ ചുമതലയാണ്. എന്നിട്ടും സ്ത്രീകൾക്ക് അനന്തരാവകാശത്തിൽ നിന്നും 25% സ്ത്രീകൾക്ക് നൽകണമെന്ന് കൽപ്പിക്കുകയാണ്. അത് അവരുടെ സ്വന്തം ഇഷ്ടത്തിന്, അതിൽ പുരുഷൻ അതിൽ കൈകടത്താൻ പറ്റില്ല. അവരിഷ്ടപ്രകാരം കൊടുക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു വശം. ആ രൂപത്തിൽ ഇത്രയും മനോഹരമായിട്ട് സ്ത്രീകൾക്ക് നൽകുന്ന ആ ഒരു അവകാശം, അതും ആ അധ്യായത്തിൻ്റെ സ്ത്രീകളോട് ആ വിഷയത്തിൽ അനീതി കാണിക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ആ അധ്യായം തന്നെ സൂറത്തു നിസാ എന്നുള്ള പേരിലാണ് അധ്യായം അറിയപ്പെടുന്നത്. മാത്രമല്ല ആദ്യത്തിൽ തന്നെ, തുടക്കത്തിൽ തന്നെ ഒരു ശക്തമായിട്ടുള്ള ഉണർത്തലോടുകൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആരംഭിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ആയത്തുകളെല്ലാം വഹിയായിട്ട് ലഭിച്ചതോടെ റസൂലുള്ളാഹ് നേരത്തെ പരാതി പറഞ്ഞ സഅദ് ഇബ്നു റബിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയെയും അതേപോലെ തന്നെ അവരുടെ സഹോദരനെയും വിളിച്ച് ആ അവകാശങ്ങൾ കൃത്യമായിട്ട് ആ പറയുന്നത് പ്രകാരം നൽകാൻ വേണ്ടി റസൂലുള്ളാഹ് അവർക്ക് നിർദ്ദേശം നൽകാൻ. അപ്പോൾ ഇവിടെ സാന്ദർഭികമായിട്ട് പരിശുദ്ധ ഖുർആനുമായിട്ട് ബന്ധപ്പെടുന്ന മനോഹരമായിട്ടുള്ളൊരു സൈഡ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഉഹുദിൻ്റെ അനന്തരം അവിടെ ഈ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട നിരവധി ആയത്തുകൾ അത് ഖുർആനിൽ സൂറത്തു നിസായിൽ മാത്രമാണ് കാണുക. അത് മാത്രമല്ല, അതേപോലെ തന്നെ യത്തീമുകളുമായിട്ട് ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ, വിധവകളുമായിട്ട് ബന്ധപ്പെട്ട, സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളെല്ലാം ഈ ഒരു സൂറത്തിൽ കവർ ചെയ്യുന്നുണ്ട്. ആ കവർ ചെയ്യാനുള്ള കാരണം ഞാൻ പറഞ്ഞു, ഉഹുദിൻ്റെ ആ ഒരു കോണ്ടക്സ്റ്റിലാണ് ആ സൂറത്ത് അവതരിപ്പിക്കുന്നത്. ഏറെ കൗതുകപ്പെടുത്തിയ ഒരു കാര്യം, നമ്മൾ ആ പരിശുദ്ധ ഖുർആൻ്റെ സീക്വൻസ് വെച്ച് നമ്മൾ സീറയിലേക്ക് നോക്കുന്ന സമയത്ത്, അപ്പോൾ നേരത്തെ സീറയുടെ 1-ാമത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു, സീറ പഠിക്കാനുള്ള 1-ാമത്തെ സ്രോതസ് എന്നുള്ളത് പരിശുദ്ധ ഖുർആനാണ്. അപ്പോൾ ഖുർആൻ്റെ ആരംഭത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഏറ്റവും വലിയ അധ്യായം സൂറത്തുൽ ബഖറയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജറ ചെയ്തെത്തി. ഹിജറ വർഷം 1-2 ഈ 2 വർഷങ്ങളായിട്ടാണ് സൂറത്തുൽ ബഖറ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ബഖറയുടെ ആരംഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസത്തെ സംബന്ധിച്ചും അവിശ്വാസത്തെ സംബന്ധിച്ചും സംസാരിക്കുന്നുണ്ട്. ഇന്നല്ലദീന കഫറു ആയത്തുകൾ പരിശോധിച്ച് നോക്കുക. കാരണം ഇത്രയും കാലം അവിശ്വാസികളായിട്ടുള്ള ഒരു വലിയ ഓഡിയൻസ് മക്കയിലുണ്ടായിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പുതിയ 2 ഓഡിയൻസിനെ സൂറത്തുൽ ബഖറയുടെ ആരംഭത്തിൽ ഇദാ ലഖുല്ലദീന ആമനു ഖാലു ആമന്ന, നിഫാഖിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നുണ്ട്. കാരണം അതാണ് മദീനയിൽ അവർ അഭിമുഖീകരിക്കാൻ പോകുന്ന പുതിയൊരു ഓഡിയൻസ്. അതിനുശേഷം പിന്നീട് സൂറത്തുൽ ബഖറയിൽ സുദീർഘമായിട്ട് ബനു ഇസ്രായേലിൻ്റെ ചരിത്രമാണ്. കാരണം നമുക്കറിയാം മക്കയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മദീനയിൽ ഒരു പുതിയ ഓഡിയൻസായിട്ട് അവിടെ ജൂത സമൂഹം ഉണ്ടായിരുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ പലതും അവരുടെ ചരിത്രത്തിൽ നിന്നും അവർ പലതും മറച്ചു വെച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജൂത ചരിത്രം കൃത്യമായിട്ട് അവരെ തുറന്നു കാണിക്കുന്ന രൂപത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം അതാണ് സൂറത്തുൽ ബഖറയിൽ പിന്നീട് കാണുന്നത്. അതേപോലെ തന്നെ ഹിജ്റ വർഷം 2 കടക്കുന്ന സന്ദർഭത്തിൽ ഹിജ്റ വർഷം 2 അരങ്ങേറിയ പ്രധാനപ്പെട്ട സംഭവം ആ തഹ്വീലുൽ ഖിബ്ലയാണ്, ഖിബ്ല മാറ്റാണ്. സൂറത്തുൽ ബഖറയുടെ 2-ാമത്തെ ജുസ് ആരംഭിക്കുന്നത് ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ്. 2 പേജുകളോളം ആ ഖിബ്ല മാറ്റത്തെ സംബന്ധിച്ചുള്ള സുദീർഘമായിട്ടുള്ള ചർച്ച സൂറത്തുൽ ബഖറയിൽ കാണാൻ സാധിക്കും. വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് റമദാനുമായിട്ട് ബന്ധപ്പെട്ട, അതും ഹിജ്റ വർഷം 2 റസൂലുള്ളാഹിക്ക് ലഭിക്കുന്നത്. അതേപോലെ തന്നെ ബദറിന് മുന്നോടിയായിട്ട് അവരെ ബദറിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന രൂപത്തിൽ ആ താലൂത്തും ജാലൂത്തുമായിട്ട് ബന്ധപ്പെട്ട സംഭവം അതെല്ലാം സൂറത്തുൽ ബഖറയുടെ അവസാനത്തിൽ കാണാൻ സാധിക്കും. അതാണ് ഹിജ്റ വർഷം 1-2. പിന്നീട് ഹിജ്റ വർഷം 3 പോകുന്ന സന്ദർഭത്തിൽ അടുത്ത സൂറത്ത് ആൽ ഇമ്രാനാണ്. അതിൽ നമുക്കറിയാം, നേരത്തെ ഞാൻ പലതവണയായിട്ട് പറഞ്ഞു, സൂറത്ത് ആൽ ഇമ്രാൻ്റെ 60ഓളം ആയത്തുകൾ ഉഹുദുമായിട്ട് ബന്ധപ്പെട്ട് അത് അടുത്ത ചാപ്റ്ററിൽ കാണാൻ സാധിക്കും. ഹിജ്റ വർഷം 3 അവസാനം, അതേപോലെ തന്നെ ഹിജ്റ വർഷം 4 ആരംഭത്തിലായിട്ടാണ് സൂറത്തു നിസാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുന്നത്. ഉഹുദിൻ്റെ അനന്തരം അതാണ് അടുത്ത സൂറത്ത്. അതിൽ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് വീണ്ടും ആവർത്തിക്കുകയാണ്. അനന്തരാവകാശ സ്വത്തുകളുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകളുടെ അവകാശങ്ങളെ സംബന്ധിച്ച്, അത് യതീമുകളെ സംബന്ധിച്ച്, വിധവകളെ സംബന്ധിച്ചെല്ലാമുള്ള സുദീർഘമായിട്ടുള്ള ചർച്ച പ്രധാനമായിട്ട് പരിശുദ്ധ ഖുർആനിൽ കടന്നു വരുന്ന ഭാഗം സൂറത്ത് നിസാ ആണ്. അതിൻ്റെ കോണ്ടക്സ്റ്റ് ഹിജ്റ വർഷം 4 ഉഹുദിൻ്റെ അനന്തരമുള്ള ആ ഒരു കോണ്ടക്സ്റ്റാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ
ഇതേ രൂപത്തിൽ പരിശുദ്ധ ഖുർആൻ്റെ ആ ഒരു സീക്വൻസ് ആ സീറ വെച്ച് പരിശോധിക്കുന്ന സന്ദർഭത്തിലും വലിയൊരു അത്ഭുതമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ചരിത്രത്തിലേക്ക് തന്നെ തിരിച്ചു വരാണ്. അപ്പോൾ ശനിയാഴ്ച ദിവസം യുദ്ധം കഴിഞ്ഞവർ മദീനയിലേക്ക് തിരിച്ചെത്തി, ആ വാർത്ത മറ്റുള്ള ആളുകളിലേക്ക് കൈമാറി. പക്ഷേ ആ സമയത്തും ശത്രുക്കൾ തിരിച്ചു വരുമോ എന്നുള്ളൊരു ആശങ്ക അവർക്കുണ്ടായിരുന്നു. അവർ തിരിച്ചു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും അവരുടെ മനസ്സ് മാറാനും തിരിച്ചു വരാനുള്ളൊരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം, പ്രത്യേകിച്ച് അന്നത്തെ ദിവസം രാത്രി മദീനയുടെ എല്ലാ ദിക്കുകളിലും പ്രധാനപ്പെട്ട സ്വഹാബികൾ ജാഗ്രതയോടുകൂടി അവർ കാവലിൽ നിന്ന് റസൂലുള്ളാഹിക്ക് പ്രത്യേക കാവലെല്ലാം ഏർപ്പാടാക്കി. കാരണം അപ്രതീക്ഷിതമായിട്ട് വല്ലതും സംഭവിക്കുമെന്നുള്ള ആശങ്കയാണ്. കാരണം ശത്രുക്കൾ ഒന്നും നേടാതെയാണ് തിരിച്ചു പോയത്. തിരിച്ചു പോകുന്ന സമയത്ത് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിച്ചു. അതേപോലെ തന്നെ പല രൂപത്തിൽ അവർ ധാരണയിലായിരുന്നു. പക്ഷേ തിരിച്ചു പോകുന്ന സമയത്ത് അവസാനമായിട്ട് ആ യുദ്ധക്കളത്തിൽ അരങ്ങേറിയ ആ സംഭാഷണം നിങ്ങൾ ഓർക്കുന്നില്ല, അബൂ സുഫിയാനുമായിട്ടുള്ള ആ സംഭാഷണം. അതുവഴി പ്രധാനപ്പെട്ട മുസ്ലിങ്ങളിൽ പല ആളുകളും അവരെ വധിച്ചിട്ടില്ല, അവരെല്ലാം ജീവനോടെ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം ശത്രുക്കൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോകുന്ന വഴിയിൽ അവരെങ്ങാനും ചർച്ച ചെയ്യാനും തിരിച്ചു വരാനുള്ളൊരു സാധ്യത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി കാണുന്നുണ്ട്. ആ ഒരു സാധ്യത മുൻകൂട്ടി കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി, നമ്മൾ പറയാറുണ്ട് ബെസ്റ്റ് ഡിഫെൻസ് ഈസ് ഒഫെൻസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സാധ്യതയെ മുൻകൂട്ടി കണ്ട് ശത്രുക്കൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അവരെ തേടി അങ്ങോട്ട് പുറപ്പെടാൻ വേണ്ടി, അതായത് ശനിയാഴ്ച കഴിഞ്ഞ് പിറ്റേ ദിവസം ഞായറാഴ്ച പ്രഭാതത്തിൽ ഉടനെ തന്നെ ശത്രുക്കൾക്കെതിരെ പുറപ്പെടാനുള്ള ഒരു ഓർഡർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രതീക്ഷിതമായിട്ട് അവർക്ക് നൽകുകയാണ്. ഇൻഷാ അല്ലാഹ് അത് ഏത് രൂപത്തിലാണ് അവർ പോയത്, അവിടെ വെച്ച് പിന്നീട് നടങ്ങുന്ന ആ ഹംറ അൽ അസദിലേക്കുള്ള ആ ഒരു സൈനിക നിയോഗം, അത് ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത്, അത് മാത്രം ഫോക്കസ് ചെയ്ത് അടുത്ത ഭാഗത്ത് വിശദമായിട്ട് സൂചിപ്പിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം ആഴത്തിൽ പഠിക്കാനും അത് കഴിയുന്നത്ര ജീവിതത്തിൽ പകർത്തി നാളെ അവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.